إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام حتى ഇവിടുന്ന് അങ്ങോട്ട് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണേ. ഒറ്റ രാവുകൾ ലൈലത്തുൽ ഖദർ ഉണ്ട്. 21 മുതൽ 27 മാത്രല്ല കേട്ടോ. നോമ്പ് തുറയാണ് മറ്റന്നാൾ. നിങ്ങളൊക്കെ വരണം. നിങ്ങളെ രോഗം അല്ലാഹു മാറ്റി തരട്ടെ. മക്കളില്ലാത്തവർക്കുള്ള മക്കൾ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നൂറെ ഹബീബിന്റെ മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡബ്ബർ പന്താണ്. ഡബ്ബർ പന്ത് അടിക്കും തോറും അതിങ്ങനെ ഉയർച്ചേക്കാണ്. അടുക്കും തോറും ഇതിങ്ങനെ ഉയർന്നു പോവാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത്. ഇതൊന്ന് കാണാൻ വേണ്ടിയില്ലേ എത്ര ആളാ കാത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ചാതിരും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒരു വോട്ട് വാങ്ങും. ഒരു ലേക്ക്. ഞാൻ ഒരു ലേക്ക് ഒരു വോട്ട് എന്ന് പറഞ്ഞു. അത് ശത്രുക്കൾ എടുത്തിട്ടു. അതുകൊണ്ട് നമ്മൾ കുറെ ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് വോട്ടാണ്. ഞാൻ ഈ മജ്‌ലിസിൽ പങ്കെടുത്തതാണ്. ഒരു വോട്ട് അമിതന്നാ, ഞാൻ നിന്റെ ലൈവ് കാണീന് ഒരു വോട്ട്. ഒരു വോട്ട് നമുക്കല്ല, വോട്ടിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ആർക്കാ? ശത്രുക്കൾക്ക് വേണ്ടിട്ട് ഒരു വോട്ട്. അപ്പൊ എനിക്ക് വേണ്ടിട്ടാ നാ രണ്ടുപേരിലേക്ക് 2 വോട്ട്. ഒന്ന് ഇൻഷാ അല്ലാഹ്. പിന്നെ വിഷമിക്കണ്ട. ഇല്ലല്ലോ, ഒരു വിഷമമില്ല അമിത. നല്ല ഭക്ഷണം മാറിയോ? അല്ലേ, നോമ്പാടാ. ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിങ്ങള് കഴിച്ചോതല്ലേ നീ ചോദിച്ചത്? അല്ല പറക്കത്ത് ചെയ്യട്ടെ. ഓ ചെയ്യും. തട്ടിപ്പിനല്ലേ. നിങ്ങൾ വിഷമിക്കണ്ട. ഒരു വിഷമമില്ലടോ. അല്ല നിങ്ങൾ പരാജയപ്പെടുത്തും. ഓ തീർച്ചയായിട്ടും. നീ അധികം അങ്ങനെ. കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടി തട്ടിപ്പ് കുട്ടി ഇന്ന് വരെ അറിഞ്ഞിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്. നിനക്ക് അതൊന്നും ഞാൻ നോന്ന പോലല്ല. ഞാൻ സദസ്സിൽ പോയി വന്നപ്പോ കൊടിമരം തന്നെ 8 CCTV ക്യാമറ ഇല്ല. അതുകൊണ്ട് 8 CCTV ക്യാമറ ഇല്ല. ചെയ്തിട്ടില്ല. നിങ്ങളൊന്നും പൈസ എടുത്ത് ഞാൻ കളിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. നമ്മൾ അറിയാത്തവരാണ് നമ്മളെ വേട്ടയാടുന്നത്. എടാ അമിത, പച്ചക്കള്ളം പറയല്ല. നീ പുറത്തു പോയി വന്നപ്പോത്തിന് പണം വന്ന് നിറഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, ആ ശരി ഉസ്താദ് വിളിച്ചു. നീ കിണർ മൂടുന്നു പറഞ്ഞു. പിറ്റത്തെ ദിവസം നീ എന്താ പറഞ്ഞു? ഞങ്ങളെ വിശ്വാസമാണ്, ഞങ്ങളത് ഇടും, ഇന്ന സ്ഥലത്ത് ഇടുണ്ടല്ലോ എന്ന്. എന്തിനാടാ നാറ്റക്കോയ? ഇങ്ങനൊരു മൂടനെ, വീണ്ടും ഈ മൂടനെ വിശ്വസിക്കുന്ന ജനങ്ങളെ നിങ്ങൾ കന്നുകാലികളാവലി. ഈ നാറ്റക്കോയി പറഞ്ഞ് മൊത്തം പച്ചക്കള്ളം. നമുക്കെതിരെ കളിക്കൂല, ഞാൻ നിങ്ങളോട് പറയാം. മറ്റുള്ളവരൊന്നും പറയേണ്ട ആവശ്യമില്ല. എടാ നീ പറയുന്നത് പച്ചക്കള്ളം. ഞാൻ പറയുന്നത് ബോധിപ്പിക്കേണ്ടത് നിങ്ങളെയാണ്, മറ്റോരല്ല. കന്നുകാലികളെ നല്ല പച്ചക്കള്ളം പറഞ്ഞു. എല്ലാരും വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ എല്ലാവരും പോയി. എന്നെ അറിയില്ലായിരുന്നു. ഇപ്പോൾ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചാല് വീണ്ടും ഞാൻ പൂജ്യത്തേക്ക് വരുന്ന എല്ലാരും വിചാരിച്ചു. അല്ലാഹു ബർക്കത്ത് കേട്ടിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് പറയാനുള്ളതാണ്. നിങ്ങളെ കുട്ടി തട്ടിപ്പ് കുട്ടി, ഒരു പച്ചക്കള്ളം പറയുന്നത് തെറ്റന്നെയാണ് ചെയ്ത്. തെളിവ് സഹിതം തരടാ. നീ വാ, ജോയിൻ ലൈവിൽ വാ. എല്ലാവർക്കും നമ്മളൊരു ചികിത്സന്റെ പോലും നമ്മളെ വീട്ടില് എല്ലാ വീടും എല്ലാ റൂമുകളും ക്യാമറകള് പേടിയാണ്. എടാ അമിത നാട്ടക്കോയി, നിന്റെ എല്ലാ റൂമിലും ക്യാമറയാണ്. വീടിന്റെ വെളിയിൽ 8 ക്യാമറ ഉണ്ട്. റോട്ടിൽ 8 ക്യാമറ. ഓക്കെ, എന്തുകൊണ്ടാണ് മാർച്ച് 4 നിന്റെ വീട്ടിൽ നിന്ന് ആ സ്ത്രീ കരയാൻ കാരണം എന്താണെന്ന് വെച്ചപ്പോൾ നീ എൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല അമിതേ. നിന്റെ കൈകൾ ശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് ആ CCTV വിട്ടാൽ പോരെ. എന്തുകൊണ്ട് വിടുന്നില്ല? ഞാൻ പറയുന്നത് നാവിടുത്ത പച്ചക്കള്ളം പബ്ലിക്കിൽ പറയുന്നവനാണ്.
തന്നെ എന്റെ എല്ലാ സ്ഥലം ഇവിടെ പിന്നെ ഇവിടുത്തെ ചികിത്സക്ക് വരുന്ന എല്ലാ വാതിലും തുറന്നിട്ടിട്ടായിരിക്കും. അല്ലാഹു റാഹത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കാൻ നിങ്ങളൊക്കെ വരുന്നിട്ടില്ലേ? ഞാനും വരാം. നോമ്പ് തുറക്കാൻ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? വരണം. ആരോടും മാപ്പ് പറയണ്ട, നിങ്ങളോട് പറയണേ. ഉമ്മമാരോട് പറഞ്ഞാലെന്താ, പെങ്ങന്മാരോട് പറഞ്ഞാലെന്താ? എന്റെ പെങ്ങന്മാരെ ഉമ്മമാരെ ഇവന്റെ കള്ള കണ്ണീര് കണ്ട് വീഴാതെ ഇരിക്കും നിങ്ങള്. ഒന്നാന്തരം ആത്മീയ തട്ടിപ്പ് കള്ളൻ. കാണുന്നുണ്ട് കൂടെ പറപ്പിങ്ങള്. ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. എന്റെ കൂടെ പറപ്പികളെ വിഷമങ്ങൾ മാറാ. ഈ മജ്‌ലിസ് കാണുന്ന എന്റെ ഉമ്മമാരുണ്ട്, എന്റെ പെങ്ങന്മാരുണ്ട്. അവരൊക്കെ അല്ലാഹു ഖൈർ നൽകാ, അവരെ കടങ്ങൾ വിടാ, അവരെ രോഗം ശിഫയാവാൻ. അല്ലാഹുവേ എല്ലാത്തിനും വേണ്ടി, എല്ലാവരുടെ സങ്കടങ്ങളും മാറാൻ വേണ്ടി മതി നമുക്ക് ഫാത്തിഹ ഓതുകയാണ് മദീനയിലേക്ക്. അല്ലാഹുവേ ഞങ്ങളെ സൂറത്ത് പാവപ്പെട്ടവരെ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പെൺകുട്ടികളെ കല്യാണം ഇവിടെ നാട്ടക്കോയി യൂട്യൂബിലൂടെ ആയിപ്പോയി കാണുന്നു. നേരെ മുന്നിലാണെങ്കിൽ നിന്റെ ചെകിടക്കുറ്റിയൊക്കെയാന്ന് തോന്നുന്നുണ്ടാവും. സത്യം പറയാം, കാരണം എന്താ അറിയോ, നീ തിന്നത് ചോറല്ലടാ നാട്ടക്കോയ്യെ. നീ എത്തിക്കുട്ടികളെ കല്യാണം കഴിച്ചിട്ട് പാവപ്പെട്ട വീട്ടിൽ കള്ളക്കണ്ണീരൊക്കെ നിന്റെ കയ്യിലേക്ക് വരുന്ന പണത്തിൻ്റെ സ്രോതസ് എത്ര എമൗണ്ട് വരുന്നുണ്ടടാ നിന്റെ കയ്യിലേക്ക്? അതെന്താ വിടാത്തത് നീ? നൂർ ഹബീബ് ഒരു ട്രസ്റ്റ് അല്ലേ? ഇല്ലെങ്കിൽ പറയടാ പബ്ലിക്കലി, ഞാൻ പറയുന്നത് കള്ളാന്ന് ഞാൻ തെളിയിക്കാം. എൻ്റെ കയ്യിൽ CCTV ഇല്ല, തെളിവുണ്ട്. നാട്ടിൽ ഇങ്ങനെ ജനങ്ങൾ ചൂഷണം ചെയ്യില്ല. എല്ലാ രോഗം മാറി പറയും. നിന്റെ ചുമ വന്നിട്ട് നീ എന്തപ്പം ചെയ്ത്? ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഈ മാർച്ച് 21 നീ വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ പോയില്ലടാ നാട്ടക്കോയി? ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഒരുപാട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്ര ചെയ്താൽ ഞങ്ങൾക്ക് കുറ്റമാണ്, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് 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 നന്മകൾ റസൂലുള്ളാഹിക്ക് ഒരുപാട് പരീക്ഷണങ്ങളെല്ലാം കൊടുത്തിട്ട്. എൻ്റെ നാട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും നാട്ടുകാർ ആൺകുട്ടികളായിട്ടില്ലേ? പുണ്യ റസൂലിനെയാണ് ഈ നാറ്റക്കോയി ഇവനുമായി ഉപമിക്കുന്നത്. പുണ്യ റസൂൽ എവിടെയും അദ്ദേഹത്തെ ദ്രോഹിച്ചവരെ പോലും ഒരു വാക്കുകൊണ്ടോ ഒരു ഉപദ്രവം ഏൽപ്പിക്കാത്ത പുണ്യപ്രവാചകൻ. ആ പുണ്യപ്രവാചകൻ്റെ പേര് പറഞ്ഞിട്ട് ഇവനെ വിമർശിച്ച ആളുകൾ, കള്ളും കഞ്ചാവും അടിക്കുന്ന തെമ്മാടികൾ എന്ന് ഫേസ്ബുക്കിലൂടെ ഇവനെ വിമർശിച്ച ആളുകളെ പറ്റി ഇവൻ പറഞ്ഞ അതിൽ ഉസ്താദുമാരുണ്ട്. ഇവനാണോ മുത്തുനബിയുടെ മാർഗദർശി അല്ലെങ്കിൽ മാതൃക പിന്തുടരുന്നത്? ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൺമുന്നിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ചെകിടക്കുറ്റിയൊക്കെ കൊടുക്കണവൻ്റെ ഒന്നാന്തരം പുണ്യപ്രവാചകനെ വിൽക്കുന്ന ഒരു ആത്മീയ തട്ടിപ്പ് വീരൻ. ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ അടിമമാർക്ക് സങ്കടം കൊടുക്കിട്ടുണ്ട്. എല്ലാവർക്കും ഖൈർ നൽകണമല്ല, എല്ലാവർക്കും സന്തോഷം നൽകണമല്ല. ഒരുപാട് പേര് ദുആ കൊണ്ട് ദ്വാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പല രീതിയിലും. പ്രച്ചവനെ വിശന്ന് വലഞ്ഞൊട്ടിയ വയറുമായിട്ടാണ് ദ്വാരിക്കുന്നത്. ഒത്തിരി പേര് യതീമക്കളെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് സ്ഥലമൊരുക്കാൻ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ഭക്ഷണം തന്നിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ ഡോക്ടറെ കാണിച്ചാ? എനിക്ക് ചുമച്ചിട്ടും പനിച്ചിട്ടും എണീക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോകാൻ. 4 ഇവിടെ വന്ന് കുത്തിരിക്കണം. എന്തായാലും ഇന്നെ കണ്ടില്ലെങ്കിൽ എന്റെ ഉമ്മമാര് വിഷമിക്കും. എന്റെ കുട്ടിക്ക് എന്താ പറ്റി കുറച്ച് അല്ലെങ്കിൽ തണുപ്പാപ്പൊക്കെ എന്താ പറ്റി അങ്ങനെ അന്വേഷിക്കും. മോളെ ഒന്ന് വിളിച്ചോക്കെ എന്റെ കുട്ടിക്ക് എന്ത്. ഞാനതുകൊണ്ട് എന്റെ പിന്നാലെ തന്നെ വോയിസ് അയക്കും. അതൊക്കെ കേൾക്കുമ്പോ കരച്ചില്. അയ്യോ, ഉമ്മമാര് സ്നേഹം, വാപ്പമാര് സ്നേഹം, സ്വന്തം പിതാവിനെ വിൽക്കുന്ന സ്നേഹം. എനിക്ക് തന്ന ഏറ്റവും വലിയ നിയമത്തിൽ തട്ടിപ്പ് നടത്താന്നുള്ളത്. എന്തിനാടാ ഈ പാവപ്പെട്ട ഉമ്മമാരെ പറ്റിക്കുന്നടാ? ആമി നാറ്റക്കോയി, നിനക്ക് ജീവിക്കാനുള്ള ആയില്ല പാവടാ. ഈ പാവപ്പെട്ട ഉമ്മമാരെ പറ്റിക്കാതെടാ. ആമിത് നാറ്റക്കോയി, ഒരു റിക്വസ്റ്റ് പോലെടാ, പാവപ്പെട്ട സ്ത്രീകളെ, ഉമ്മമാരെ, സഹോദരിമാരെ പറ്റിക്കലടാ. നിനക്കും നിന്റെ കുടുംബത്തിനും 3 തലമുറക്ക് ജീവിക്കാനുള്ളത് നീ സമ്പാദിച്ചു കൂട്ടി. ഇനി എന്തിനാടാ ഈ കള്ള കണ്ണീര് പറഞ്ഞ് മുത്തുനബിയെ പോലും വിൽക്കുന്ന ആത്മീയ തട്ടിപ്പ് വീര? വെറുതെ വിടടാ പാവപ്പെട്ട ഉമ്മമാരെ.
ബുദ്ധി നശിക്കുന്ന ഇത്തരം കുറച്ച് ആളുകളുള്ള അവറ്റകളെ ചൂഷണം ചെയ്യലടാ. അവറ്റകൾ ബുദ്ധി നശിച്ചു പോയി നിൻ്റെ ഭ്രമത്തിൽ പെട്ടിട്ട്. വീണ്ടും അത്രക്കാരെ ചൂഷണം ചെയ്യില്ല നാറ്റക്കോയ, പ്ലീസ്. തരുന്ന സ്നേഹത്തിന് പകരം തരാൻ ഈ പൊന്നമോന്റെ കയ്യിൽ ദുആ ഇല്ലാതെ മാറും. എന്ത് ദുആടാ? ദീനെ വിൽക്കുന്ന നിന്റെ കയ്യിൽ എന്ത് ദുആ? എന്റെ പെങ്ങന്മാർക്കും എന്റെ ചറ്റിമാർക്കും നിങ്ങൾ തരുന്ന സ്നേഹത്തിന് പകരം തരാൻ ദീനെ വിൽക്കുന്ന നീ കൊടുക്കുന്ന എന്ത് സ്നേഹം? മോന്റെ കയ്യിൽ ദുആ ഇല്ലാതെ ആത്മീയ ചൂഷകൻ ഈ സമുദായത്തെ കാർന്നു തിന്നുന്നു. ഒന്നാന്തരം തട്ടിപ്പ്, ആത്മീയ തട്ടിപ്പ്. ഈ പരിശുദ്ധ റമദാനിൽ പോലും 1000 കള്ളങ്ങൾ. പിന്നെ എനിക്ക് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മാന്റെ കുട്ടിക്ക് തന്ന പനി അല്ല എനിക്ക് തന്നോട്ടെ, ഞാൻ അതിനത് അതൊക്കെ കേൾക്കുമ്പോ കള്ളക്കണ്ണീരാണ് ഈ കപട മുഖ മൂടിധാരി. ഉമ്മമാർക്ക് കുപ്പി വർഷ വേറെ കോന്തമാരി തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്നു. അതാണ് ഇവിടെ വന്ന് കുത്തി എന്താണ് കള്ളക്കണ്ണീരുമായിട്ട്? എങ്ങനെയാ നിനക്ക് അത്ഭുത സിറ്റിയില്ലേ? കൊടക്കാട് കാക്ക കാഷ്ടിച്ച അത്ഭുതല്ലേ? നിന്റെ തേൻ കുടിച്ചാ പോരാട നാട്ടക്കോയ. ഒന്നാന്തര തട്ടിപ്പ് വീരൻ, ആത്മീയ ചൂഷകൻ. അല്ലാഹു മാറ്റി തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മളെ നോമ്പ് തുറയാണ്, ഞാൻ പറ്റില്ല നോമ്പ് തുറയാണ് മറ്റൊന്നല്ലാത്തവർക്കുള്ള മക്കൾ. പിന്നെ ഒരു വോട്ട് വേണ്ട എനിക്ക് പറയാൻ, നൂറെ ഹബീബിന്റെ മകൻ ഡബർ പന്താണ്. എന്താ കപ്പല് മാറിയാ? ഡബർ പന്ത് അടിച്ചാ പോകും. ഇങ്ങനെ ഉയർച്ചേക്കാണ്. അപ്പൊ കപ്പല് മുങ്ങുന്നു മനസ്സിലായി. ഇപ്പൊ റബ്ബർ പന്തുമക്കായി. ഓക്കെ, അടുക്കുന്തോറും ഇതിങ്ങനെ ഉയർന്നു പോവാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ഇതൊന്ന് കാണാൻ വേണ്ടി ചെയ്യും നല്ല ബർക്കത്ത് ചെയ്യടാ. കാത്തിരിക്കുന്നു. ഒരു ഏകാധിപതിയും അല്ലെങ്കിൽ ഒരു കള്ളനും അധികകാലം വാഴുന്നില്ല. ഒരാള് അള്ളാഹുപ്പെടുത്താതിരിക്കട്ടെ. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യണം, ഒരു വോട്ട് ഒരു വോട്ട് ശത്രുക്കൾക്ക് വേണ്ടി ഒരു വോട്ട്, ഓക്കെ ഒരു വോട്ട്, ഒരു ലൈക്ക്. 2 ലൈക്ക്. ഞാൻ ഒരു ലൈക്ക് ഒരു വോട്ട് എന്ന് പറഞ്ഞു, അത് ശത്രുക്കൾ എടുത്തു ഞാൻ എടുത്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ടത് വോട്ടാണ്. എന്നാ വോട്ട്. ഞാൻ ഈ മജ്‌ലിസിൽ പങ്കെടുത്തതാണ് ഒരു വോട്ട്. അപ്പൊ അതുകൊണ്ട് യോധാവിന്റെ മുത്തുമുനികള് ഒരു വോട്ട് ചെയ്തോളിട്ടോ. നമ്മക്കല്ല, നമ്മക്ക് വോട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വോട്ട്. ആത്മീയ നേതാവ്, വാഴ്ത്താൻ പറ്റിയ ഒരു മനുഷ്യൻ അല്ലേ? ശത്രുക്കൾക്ക് വേണ്ടി വോട്ട്. ഇതും നീ പഠിപ്പിച്ചാലേ വിഷമിക്കണ്ട. നിങ്ങളൊക്കെ നല്ല ഭക്ഷണം അല്ലേ? നോമ്പ് പറഞ്ഞില്ലടാ നാട്ടിൽ, നീ കഴിച്ചിട്ടുണ്ടാവും. നിങ്ങളെ നല്ല പറക്കത്ത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വോട്ട് ചെയ്യണില്ലേ? നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ഓക്കേടാ. അല്ല നിങ്ങൾ പരാജയപ്പെടും. ഓട്ട മത്സരത്തിന് പോയതാണല്ലോ. നിങ്ങളെ കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടി കള്ളക്കുട്ടി, തട്ടിപ്പ് കുട്ടി. ഇന്ന് വരെ അറിഞ്ഞിട്ട് ഒരു തെറ്റും ചെയ്തു. ഓഹോ, എത്ര മനോഹരമായ കൊടിമരത്തിന്റെ അതൊന്നും ഞാൻ നോമ്പ് പറയില്ല. ഞാൻ സദസ്സിൽ പോയി വന്നപ്പോ കൊടിമരം തന്നെ ക്യാമറ എത്ര? അതുകൊണ്ട് ഒരു തെറ്റും 8 ക്യാമറ പുറത്തുണ്ട്. നിങ്ങളൊന്നും പൈസ എടുത്ത് ഞാൻ കളിച്ചിട്ടില്ല കേട്ടോ. അതിന്റെ ആവശ്യം എനിക്കില്ല. നമ്മൾ അറിയാത്തവരാണ് നമ്മളെ വേട്ടയാടുന്നത്. ഒരാളിവിടെ വന്ന് 10 മിനിറ്റ് എന്നോട് സംസാരിച്ചാൽ പിന്നെ ഒരാളും ഓൽക്കറിയാം, പണം കൊടുത്ത് മൂടും. അതുകൊണ്ട് അല്ലാഹു ഞാൻ നിങ്ങളോട് പറയാം, മറ്റുള്ളവരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മള് എല്ലാം ബോധിപ്പിക്കേണ്ടത് നിങ്ങളെയാണ്, മറ്റോരല്ല. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാരും വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ എല്ലാവരും പോയി, എന്നെ അറിയില്ലായിരുന്നു. ഇപ്പോൾ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചാല് വീണ്ടും ഞാൻ പൂജ്യത്തൊക്കെ വരുന്ന എല്ലാരും വിചാരിച്ചു. അല്ലാഹു ബർക്കത്ത് കേട്ടിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് പറയാനുള്ളതാണ്, നിങ്ങളെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ പോലും പറഞ്ഞിട്ടോ. മാർച്ച് 4 വീഡിയോ CCTV ഒരു സ്ത്രീ നമ്മളൊരു ചികിത്സന്റെ പോലും നമ്മളെ വീട്ടില് എല്ലാ വീടും എല്ലാ റൂമുകളും ക്യാമറകള്, പേടിയാണ്. ചോദിച്ചു. മാർച്ച് 7 ആമിദ് നാട്ടക്കോയ മറുപടിയുമായി വന്നു. പോലീസിൽ കേസ് കൊടുക്കും, ഞാനൊരു ഫ്രോഡാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട്. എങ്കിൽ ആമിദ് ആറ്റക്കോയ